ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവന്റെ അച്ഛന് അവനെ വിളിച്ച് അവന്റെ കയ്യിൽ കുറച്ച് ആണികൾ നൽകുന്നു. അതിനുശേഷം അവന്റെ അച്ഛൻ അവനോട് പറയുന്നു, മോനെ, നിനക്കിനി ദേഷ്യം വരുമ്പോഴൊക്കെ നീ ഇതിലെ ഓരോ ആണികളും എടുത്ത് ആ കാണുന്ന ചുമരിൽ കൊണ്ടുപോയി തറക്കണം എന്ന് പറയുന്നു. അവൻ അച്ഛനോട് ശരി അച്ഛ എന്ന് പറഞ്ഞ് ആണികൾ വാങ്ങി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവന് ദേഷ്യം വരുമ്പോഴൊക്കെയും അവൻ ആണികൾ ആ ചുമരിൽ തറയ്ക്കുന്നു. അങ്ങനെ ആദ്യ ദിവസം തന്നെ അവൻ 37 ആണികൾ ആ ചുമരിൽ തറക്കുന്നു. എന്നാൽ പിന്നീട് അവൻ തറക്കുന്ന ആണികളുടെ എണ്ണം കുറയുന്നു. പിന്നെ പിന്നെ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം അവന്റെ ദേഷ്യം അവന് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ അച്ഛനോട് വന്ന് പറയുന്നു, അച്ഛാ, എനിക്കിപ്പോ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വന്ന് പറയുമ്പോ അച്ഛൻ അവനോട് പറയുന്നു, ഓ ഗ്രേറ്റ്, നല്ല കാര്യമാണ്. എന്നാ ഇനി നീ തറച്ച ഓരോ അണികളും നിനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓരോ സമയത്തും നീ അവിടെ നിന്നും പറിച്ചെടുക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട മോനു വളരെ എക്സൈറ്റ്മെന്റോടെ ശരി അച്ഛാ, ഇനി ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഓരോ അണികളും ചെന്ന് പറിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. അങ്ങനെ അവൻ തറച്ച ഓരോ അണികളും അവൻ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം അവൻ തറച്ച എല്ലാ അണികളും അവൻ പൂർണ്ണമായും പറിച്ചെടുക്കുന്നു. അങ്ങനെ ഈ വിവരം അവൻ സന്തോഷത്തോടെ അച്ഛനോട് പോയി പറയുന്നു. അച്ഛനോട് പോയി പറയുമ്പോ അച്ഛൻ അവനോട് പറയുന്നു, ശരി മോനെ, ഇനി നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ ആണികൾ തറച്ച അതേ ചുമരിന്റെ മുന്നിൽ അവനെ കൊണ്ടുപോയി നിർത്തുന്നു. എന്നിട്ട് ആ ചുമരിലേക്ക് കൈ ചൂണ്ടി പറയുന്നു, ആദ്യ ദിവസം ഞാൻ ഇവിടെ നിന്ന് നിന്നോട് ഈ ചുവരിൽ ആണികൾ തറക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ ചുമര് എത്രമേൽ മനോഹരമായിരുന്നു. എന്നാൽ ഇപ്പൊ നീ അതിലേക്ക് നോക്കൂ, അതിൽ ധാരാളം ദ്വാരങ്ങളാണ്. നമ്മൾ ആദ്യം നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഭംഗി ഇപ്പോൾ അതിനില്ല. നിന്റെ ദേഷ്യം നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. നിന്റെ ദേഷ്യം മാറിയപ്പോഴൊക്കെ നീ തന്നെ തറച്ച ഓരോ അണികളും നീ പറിച്ചെടുത്തു. എന്നാൽ ഈ ചുവരിന് നീ നൽകിയ ഈ ദ്വാരങ്ങൾ നിനക്ക് അടക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാണ് നിനക്ക് ദേഷ്യം വരുന്ന ഓരോ നിമിഷവും നിന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ നിന്റെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ അവരുടെ മനസ്സിൽ നീ നൽകുന്നതും ഇതുപോലെയുള്ള ദ്വാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ദേഷ്യത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ നീ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോയ പല വാക്കുകളും പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയാത്തതായിരിക്കും. ആ മുറിവുകൾ അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയുകയാണ്. അവൻ കരഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്, മാപ്പ് പറയുകയാണ്. ഇല്ല അച്ഛാ, ഇനി മുതൽ എന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചോളാം, ഞാൻ പഠിച്ചോളാം എന്ന് പറയുകയാണ്. അവൻ അച്ഛനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകളും ഒരുപക്ഷെ മറ്റൊരാളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകണം, അത്രമേൽ വേദനിച്ചിട്ടുണ്ടാകണം. ദേഷ്യം വരുമ്പോൾ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ്. ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അല്ലെങ്കിൽ പറയുന്ന ഓരോ വാക്കുകളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മറ്റൊരാളെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെയോ ഒരുപാട് വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. താങ്ക് യു ഫോർ യുവർ ടൈം ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.